അറഫയിലാണുള്ളത്. അറഫയിലെ 25-ാം നമ്പർ മക്തബിന്റെ ടെന്റ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മെട്രോ സ്റ്റേഷൻ 2ആണ് ഈ കാണുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേഷന് നേരെ ഇപ്പുറത്തായിട്ടാണ് ഇതിന്റെ ടെന്റ് ഉള്ളത്. പക്ഷേ വഴിയില്ലായിരിക്കില്ല, എങ്കിലും അറഫ സ്റ്റേഷന്റെ വളരെ അടുത്താണ് നമ്മുടെ ടെന്റ് ഉള്ളത്. ഹൈമകൾ നോക്കാം, ടെന്റുകൾ നോക്കാം. നമുക്ക് ഇവിടെ A1 ഏറ്റവും വലിയതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഹാജിമാർക്ക് ഒരു ദിവസം അറഫ ദിവസം താമസിക്കാനുള്ള ടെന്റ്. അതിവിശാലമായ ടെന്റാണ്. ഇവിടെ കൂളറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹാജിമാർക്കും പ്രത്യേക ബെഡ് ഉണ്ട്. ബെഡില് ഓരോ കിറ്റ് ഉണ്ട്. ആ കിറ്റിൽ എന്തൊക്കെയുള്ള നോക്കാം നമുക്ക്. ഓരോ കിറ്റിലും ഹാജിമാർക്ക് ഒരു ചെറിയ ഒരു ബ്ലാങ്കറ്റ്, ഒരു പില്ല, ഒരു ബെഡ് കവർ, ഒരു തലയണ എന്നിവ കിറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നിരത്തിയിട്ട് ബെഡ് കാണാം. ഹാജിമാർക്ക് ഒരു ദിവസം തങ്ങാനുള്ള ബെഡ് ഇവിടെ കാണാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മുറി ശീതീകരിക്കാൻ വേണ്ടി നിരവധി കൂളറുകൾ വെച്ചിട്ടുണ്ട്. വിശാലമായ ടെന്റാണ് അറഫയിലുള്ളത്. ഇത് അറഫയിലെ ലേഡീസിന്റെ ടെന്റാണ്. ലേഡീസിന്റെ ടെന്റ് പുരുഷന്മാരുടെ ടെന്റിനേക്കാളും കുറെ കൂടി വിശാലമായ ടെന്റാണ്. ഏകദേശം 350-ലധികം കുമാരെ ഉൾക്കൊള്ളുന്ന ടെന്റാണ് ലേഡീസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അത് നമുക്ക് വിലയിൽ വെച്ച് തന്നെ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമുള്ള പ്രത്യേകം ഹൈമകൾക്കുള്ള ഒരു കാർഡ് നൽകും. A1, A2, A3, A4, A5 മുതൽ A7 വരെയുള്ള കാർഡുകളാണ് നൽകുക. അപ്പോൾ അതിൽ ആർക്ക് ആ കിട്ടുന്ന കാർഡിനനുസരിച്ചാണ് നമ്മൾ എന്തുണ്ട് ടെന്റിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ സ്ത്രീകൾക്ക് ഒരു പിങ്ക് കളറിലുള്ള ബോർഡാണ് പുറത്തൊട്ടിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള കാർഡ് അവർക്കും നൽകും. അവരും ആ നമ്പറിൽ, ആ കാർഡിലുള്ള നമ്പർ അനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത് ടെന്റിലേക്ക് പ്രവേശിക്കേണ്ടത്. നോക്കാം, ഇവിടെ കോംപ്ലക്സ് തന്നെയാണ്. ഇതിനകത്ത് അതിവിശാലമായ ഒരു ഭാഗത്ത് സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റാണ്. വിശാലമായ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഇതിന്റെ മറുഭാഗത്ത് പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പുറത്ത് പ്രത്യേകം ബോർഡ് കാണാം, സ്ത്രീകളുടെ അടയാളപ്പെടുത്തിയ ബോർഡ് കാണാം. അതിനൊക്കെ കിട്ടിയിട്ടാണ്. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത്, ഇതിന്റെ മറുഭാഗത്താണ് പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് ഉള്ളത്. ഒരേ ടോയ്ലറ്റ് കോംപ്ലക്സ് തന്നെയാണ്. രണ്ട് വിഭാഗക്കാർക്കും പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളത്. പുരുഷന്മാർക്കുള്ളത് മുകളിലാണ്. ശ്രദ്ധിക്കുക, പുരുഷന്മാർക്കുള്ളത് മുകളിലാണ്. വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് താഴെ തന്നെ പ്രത്യേകം ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ വീൽ ചെയറിന്റെ അവർ അടയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർക്കുള്ളത് മുകളിൽ 1-ാം നിലയിലാണ് ഒരുക്കിയിട്ടുള്ളത്. അത് സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരും. ജസ്റ്റ് ഒന്ന് നോക്കാം. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ 1-ാം നിലയാണ് കാണുന്നത്. 1-ാം നിലയിലാണ് പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 25-ാം നമ്പർ മക്തബിന്റെ അറഫയിലെ സ്റ്റേഷനിലേക്ക് മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ 3-ാം നമ്പർ എൻട്രൻസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. എക്സിറ്റിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് 3-ാം നമ്പർ എക്സിറ്റും എൻട്രൻസ് അടുത്താൽ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്തൂടെ വന്ന് വളരെ കുറഞ്ഞ ദൂരമേ നമ്മുടെ ടെന്റിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസിലേക്കുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 10-20 മീറ്റർ മുമ്പോട്ട് വന്ന് ഇടത് ഭാഗം തിരിഞ്ഞ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ഒരു ഗേറ്റ് കാണാം. ഇതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ പുറത്തേക്ക് കടക്കാനുള്ള വഴി മറ്റൊന്നായിരിക്കും.